ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാം അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് പേപ്പർ 1ൻ്റെയും പേപ്പർ 2ൻ്റെയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എന്തായിരുന്നു ജനറൽ പേപ്പറിൻ്റെ ഒരു ട്രെൻഡ് എന്നുള്ള ഒരു അനാലിസിസ് ആണ് നമ്മളോട് നടത്താൻ പോകുന്നത്. ഒരു കീ കുറേ പറഞ്ഞു തരലല്ല, ഓൾറെഡി പ്രൊവിഷണൽ കീ നിങ്ങൾക്ക് PSC തന്നെ തരുന്നതായിരിക്കും. അത് നമുക്ക് ചാലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരം സ്റ്റെപ്പുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. സോ ഒരു എന്താ പറയുക, കുറേ കീ പറഞ്ഞു തരലോ അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് പ്രൊഡിക്ഷനോ അതൊന്നുമല്ല നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ എക്സാം നമ്മൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്തു എന്നത് നമ്മൾ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി എന്തൊക്കെയാണ് നമ്മുടെ പ്ലാനുകൾ എന്നുള്ള കാര്യവും. എക്സാമിന് ശേഷം ഒരുപാട് സന്തോഷം തരുന്ന മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്രൂപ്പിൽ, ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മളത് നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി പിന്നെ കുറച്ച് കാര്യങ്ങൾ എന്താണ്, ആ മെസ്സേജുകളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ മെസ്സേജുകളിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നമ്മുടെ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും പ്രധാനപ്പെട്ട വാട്ട് ആർ ദ ടേക്ക് അവേസ് എന്നുള്ള കാര്യവും എങ്ങനെയുണ്ടായിരുന്നു ജനറലി ഈ എക്സാം എന്നുള്ള കാര്യവും നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ അക്കാഡമിക്സ് PSCയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് മുൻപായി നമ്മൾ നിങ്ങളോട് വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അതായത് നമ്മുടെ സ്റ്റഡി പ്ലാൻ, നമ്മൾ 75 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. ആ സ്റ്റഡി പ്ലാൻ കൃത്യമായി ഫോളോ ചെയ്ത് ടെസ്റ്റുകൾ എടുത്ത് റിവൈസ് ചെയ്തു പോയ ആളുകൾക്ക് അവർ വളരെ കൃത്യമായ മെസ്സേജ് ചെയ്തിരുന്നു. ഗ്രൂപ്പിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം, രണ്ട് പേപ്പറും, പേപ്പർ 1 ആകട്ടെ പേപ്പർ 2 ആകട്ടെ, വളരെ കംഫർട്ടബിൾ ആയിട്ട് എഴുതാൻ പറ്റി എന്നുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളുടെ സ്റ്റഡി പ്ലാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ വീഡിയോ നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, നിങ്ങൾ എന്തിനുള്ളൊരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം, ടു റീഡ് ദ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഓൾസോ. കാരണം പലപ്പോഴും എന്ത് ചെയ്യുകയാണ്, വെറുതെ ചുമ്മാ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇട്ടിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യുകയാണ്, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ മലയാളത്തിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, PSC തരുന്നുണ്ട്. അത് എന്തുകൊണ്ട് അവർ ചെയ്യുന്നു ഇപ്പോഴും നമുക്ക് അറിയില്ല. കാരണം മലയാളത്തിൽ ഇംഗ്ലീഷ് അതുപോലെ തർജ്ജമ ഇങ്ങോട്ട് ജസ്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ പലപ്പോഴും മലയാളം കൺഫ്യൂസിംഗ് ആയിട്ട് മാറും. അത് ഒരു മെയിൻസ് എക്സാമിലൊക്കെ കുറച്ചുകൂടിയൊക്കെ ബെറ്റർ ആയിട്ട് അവർ ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. പോട്ടെ, നമ്മൾ വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഉദാഹരണത്തിന് ഇവിടെ 39ാമത്തെ ചോദ്യം നിങ്ങൾക്ക് അറിയാം, വിച്ച് എമംഗ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഡിക്രീസ് ലെഫ്റ്റ് റൈറ്റ് അലോങ്. ഒരു പീരിയഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് കുറയുന്നത് എന്നതിൽ ഇംഗ്ലീഷിൽ വളരെ കൃത്യമായിട്ട് അറ്റോമിക് റേഡിയസ് എന്ന് തരുന്നുണ്ട്. മലയാളത്തിൽ അത് എന്ന് പറയുന്നത് അറ്റോമിക് റേഡിയേഷൻ എന്നുള്ള രീതിയിലേക്കാണ് എഴുതിയിട്ടുള്ളത്. അത് ഒരു കൺഫ്യൂഷൻ കാരണം ആയിട്ടുണ്ട്. കാരണം അവിടെ വാലൻസി എന്നുള്ള തലത്തിലേക്കുള്ള ആൻസർ എന്ത് ചെയ്തിട്ടുണ്ട്, പലരും പോയിട്ടുള്ളതായിട്ടൊക്കെ എന്ത് ചെയ്തു, നമ്മുടെ കുട്ടികൾ തന്നെ നമ്മളോട് പറയുകയുണ്ടായി. അപ്പം ഇംഗ്ലീഷിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മുടെ വാസ്കോഡ ഗാമ വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യമായിട്ട് വന്നത് പോർച്ചുഗീസുകാരാണ് എന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അത് മലയാളത്തിൽ വായിച്ചു തുടങ്ങുമ്പോൾ അത് എന്ത് ചെയ്യും, അത് ചിലപ്പോൾ അത് കുഴപ്പമില്ലല്ലോ എന്ന് തോന്നുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാൻ നമുക്ക് കാണുന്നു. കാരണം എന്താണ്, മാഹി എന്ന് പറയുന്ന ഒരു ഭാഗം അവസാനമായിട്ടാണ് വരുന്നത്. അതും എന്താണ്, അത്ര സുഖകരമല്ലാത്തില്ല. ഫ്രഞ്ചുകാർ മാഹിയിൽ വന്നിട്ടുണ്ട് എന്നൊരു ഐഡിയ മാത്രം തരുന്ന പോലെ എന്താണ് മലയാളം സ്റ്റേറ്റ്മെന്റ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്തുണ്ടാക്കിയെടുക്കണം, പതുക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം. എന്തുകൊണ്ടാണ് പറയുന്നത്, ഈ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം തുടക്കത്തിൽ തന്നെ PSC പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായാൽ, ഏതെങ്കിലും ഒരു രീതിയിലുള്ള തർക്കമുണ്ടായാൽ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നോക്കും. ആ ക്വസ്റ്റ്യൻ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അതുമായിട്ട് മുന്നോട്ട് പോകാൻ PSCക്ക് കഴിയും. വേണമെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ, ചലഞ്ച് ചെയ്യാം, ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ അനുസരിച്ചായിരിക്കും ഫൈനൽ ഡിസിഷൻ എന്ന് PSC വളരെ വ്യക്തമായിട്ട് നിങ്ങളെ തുടക്കത്തിൽ വായിച്ചു നോക്കാനുള്ള ഒരു ഭാഗമല്ലേ അവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇംഗ്ലീഷിലും കൂടി എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വായിക്കുക എന്ന്. നമ്മൾ ടെസ്റ്റുകൾ തരുമ്പോൾ കുറേയധികം ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. സോ ദാറ്റ് നിങ്ങൾക്ക് അതുമായിട്ട് ഫെമിലിയാരിറ്റി വരാൻ വേണ്ടിയിട്ട് കുറെ കുട്ടികൾക്കൊക്കെ അത് ഉപകാരപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലായി. വളരെയധികം നല്ല കാര്യം. ഇനി വളരെ ചുരുങ്ങിയ രീതിയിലുള്ള അനാലിസിസ് ആണ്, കുറെ അരമണിക്കൂർ എടുക്കാനുള്ള ഒരു ഉദ്ദേശം നമുക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി പറയട്ടെ, പേപ്പർ 1 എന്ന് പറയുന്നത് ജനറലി ഈസി ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു. പക്ഷേ നമ്മൾ അഗെയിൻ നമ്മുടെ എക്സാമിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നു, പേപ്പർ 1 എന്താവാം, എളുപ്പമാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, അത് നെഗറ്റീവുകൾ വരാതെ നോക്കണം എന്ന് പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു ടെൻഷൻ പറഞ്ഞിട്ടുള്ള എന്താണ്, പേപ്പർ 1 സാർ അനാവശ്യമായിട്ടുള്ള ടെൻഷൻ അടിച്ചിട്ടും മറ്റ് നെഗറ്റീവ്സ് വരുത്തി. കുറേയധികം മെസ്സേജുകൾ ചിലത് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെലിഗ്രാം PSC ചാനൽ, അക്കാഡമിക്സ് PSC എന്ന് പറഞ്ഞ ചാനലിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഞാൻ ഈ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫാക്ച്വൽ ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ, എസ്പെഷ്യലി ഇപ്പോൾ
നമ്മളുടെ ലൈഫ് സയൻസിന്റെ ഭാഗത്ത് കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവലിൽ വന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. എന്നിരുന്നാൽ പോലും എളുപ്പമുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കെമിസ്ട്രിയും ഫിസിക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം അതായത് നിങ്ങളൊന്ന് കണക്ട് ചെയ്താൽ മതി, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു അസുഖം തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, അപ്പൊ നമുക്ക് നമ്മൾ ലൈഫ് സയൻസിൽ പഠിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കുന്ന കാര്യം. അപ്പൊ പഠന രീതി എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക എന്ന രീതിയിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെയും സയൻസ് ആൻഡ് ടെക്കിലെ ലൈഫ് സയൻസിലും എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? സുഖമായിട്ട് മാർക്ക് വാങ്ങാൻ സാധിക്കുമായിരുന്നു. പ്രശ്നമുള്ള ഭാഗം ഏതാണ്? നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് പലതവണ പറഞ്ഞ നെഗറ്റീവുകൾ തന്നെയാണ് പേപ്പർ 1ന്റെ ഒരു ഡിസിഷൻ മേക്കർ ആവാൻ പോകുന്നത്. നിങ്ങൾ നെഗറ്റീവ്സ് കുറച്ചുകൊണ്ട് പേപ്പർ 1ലേക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പരമാവധി സ്കോർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ 1 എന്തായി മാറും? ഒരു അനുഗ്രഹമായി മാറും. എന്നാൽ അനാവശ്യമായി ടെൻഷൻ അടിച്ച് തെറ്റുകൾ വരുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പേപ്പർ 1 നിങ്ങൾക്കൊരു പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്. പേപ്പർ 1 കൈൻഡ് ഓഫ് എന്താണ്? ഒരു ഹൈ സ്കോറിംഗ് പേപ്പർ ആയിട്ട് മാറാനാണ് സാധ്യത. പിന്നെ പ്രത്യേകം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു 3R ഫോർമുല ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പുള്ള 3 റൗണ്ട് ആയിട്ടുള്ള ഫോർമുല എന്താണ്? ഫസ്റ്റ് റൗണ്ട് എന്ത് ചെയ്യുക? യു റൺ അല്ലെ. ഫസ്റ്റ് റൗണ്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് റൗണ്ട് റൺ അല്ല, സെക്കൻഡ് റൗണ്ടിലേക്ക് എന്ത് ചെയ്യുക? ആദ്യത്തെ ഫസ്റ്റ് റൗണ്ട് എന്ത് ചെയ്യുകയാണ്? റീഡ്. എന്നിട്ട് എന്ത് ചെയ്യുക? ശരിയായിട്ടുള്ളത് മുഴുവൻ എത്തുക. നിങ്ങൾ എന്ത് ചെയ്യണം? 100 ചോദ്യങ്ങളും എന്ത് ചെയ്യണം? ചെയ്തെത്തിയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് 3R ഫോർമുല പറഞ്ഞത്. നെഗറ്റീവ്സ് പരമാവധി കുറയ്ക്കാൻ 3R ഫോർമുല നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, 3 റൗണ്ടുകളിലായിട്ട് എന്ത് ചെയ്യുക? ആദ്യം ഏറ്റവും നല്ല കാര്യം ഉറപ്പായിട്ടും വായിക്കുന്നു, എഴുതുന്നു അല്ലെ. അത്രയും എളുപ്പമായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് റൗണ്ടിൽ എന്ത് ചെയ്യുക? തീർക്കുക. പിന്നെ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്ന എന്നാൽ അറിയാത്തൊരു ക്വസ്റ്റിന്റെ സൈഡിൽ എന്ത് ചെയ്യുക? സി എന്ന് എഴുതിയിട്ട് പോവുക. വളരെ ഡിഫിക്കൽട്ട് ആണ് എന്ന ചോദ്യം എന്താണ്? അല്ലെങ്കിൽ എന്താ പറയുക? ടഫ് എന്നുള്ളതിൽ എന്ത് ചെയ്യുക? ഒരു ടി എഴുതിയിട്ട് എന്ത് ചെയ്യുക? അറിയാത്തൊരു ചോദ്യത്തിന് എന്ത് ചെയ്യുക? നിങ്ങൾ പോവുക. ഫസ്റ്റ് റൗണ്ടിന് കിട്ടുന്നത് മാർക്ക് ചെയ്തും പോവുക. പിന്നെ സെക്കൻഡ് റൗണ്ടിൽ എന്ത് ചെയ്യുക? ഈ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നതിലേക്ക് എന്ത് ചെയ്യുക? തിരിച്ചു വരിക. അത് എന്ത് ചെയ്യുക? അടുത്ത റൗണ്ട് ചെയ്തു പോവുക. മനസ്സിലാകുന്നുണ്ടോ? തേർഡ് റൗണ്ട് മാത്രം, ഫൈനൽ റൗണ്ട് മാത്രം എന്ത് ചെയ്യുക? ടഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. അപ്പൊ ഈ ഫോർമുല പറഞ്ഞിരുന്നു. നമ്മൾ ഇതിനു മുമ്പുള്ള LSGയുടെ സമയത്ത് ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്റ്റഡി പ്ലാനിന്റെ സമയത്ത് ഒന്നുകൂടി പറഞ്ഞിരുന്നു. ഇവിടെ കുട്ടികൾ ഒന്ന് ഈ 3R ഫോർമുല എക്സാമുകളിലൊക്കെ ഒന്ന് പയറ്റി ഒന്ന് തെളിഞ്ഞ കുറെ അധികം ആളുകൾ നമുക്ക് തിരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ എന്തായി? അത് യൂസ്ഫുൾ ആയി. കാരണം കുറെ നെഗറ്റീവ് കുറയ്ക്കാൻ സാധിച്ചു. അത് ഈ എക്സാമിൽ, പ്രത്യേകിച്ച് ഇപ്പൊ നടന്ന എക്സാമിൽ എന്താണ്? നെഗറ്റീവ്സ് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഗംഭീരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ? വളരെ ചെറിയ മാർക്കുകളിൽ, അതായത് ഒരു 2-3 മാർക്കിന്റെ നെഗറ്റീവ് ഇപ്രാവശ്യത്തെ എക്സാം, സിൻസ് ദ എക്സാം വാസ് ജനറലി മോഡറേറ്റ്ലി ഈസി എന്നുള്ള തലത്തിൽ കുറെ അധികം ഉള്ളത് കൊണ്ട് തന്നെ എന്തായിരിക്കും ഇത്തവണ അത് നെഗറ്റീവ് മാർക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നെഗറ്റീവ്സ് കുറച്ചിട്ടുണ്ടാകാൻ കുറെ പേർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കാം. അപ്പൊ 3R ഫോർമുല ഉപയോഗിച്ചവർ കുറെ പേര് മെസ്സേജ് ചെയ്തു. ഇനി പേപ്പർ 1 നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഈസി ആവാനാണ് സാധ്യത, അതുകൊണ്ട് നെഗറ്റീവ് ആക്കണം എന്ന് പറഞ്ഞു. പേപ്പർ 2 നമ്മൾ വ്യക്തമായി പറയട്ടെ, നമ്മൾ ഒരു പ്രൊഡിക്ഷനും പറഞ്ഞിരുന്നു. കാരണം അത് ടഫർ സൈഡിലേക്ക് പോകുമോ, ഈസി ആകുമോ, മോഡറേറ്റ് ആകുമോ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡിക്ഷനും പേപ്പർ 2നെ കുറിച്ച് പോയിരുന്നില്ല. ഒരു ടഫർ സൈഡ് പ്രതീക്ഷിക്കൂ എന്നാണ് നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് എഴുതുക എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ പേപ്പർ 2 മോഡറേറ്റ് എന്ന് പറയാം, ഈസി എന്നും പറയാം. പ്രത്യേകിച്ച് നമ്മൾ അടുത്ത ദിവസം മുതൽ ടെലിഗ്രാം, നമ്മൾ എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ഫാക്കൽറ്റീസിനാണെന്നുണ്ടെങ്കിലും ഞാൻ ഉൾപ്പെടെ ആണെങ്കിലും എന്ത് ചെയ്തിരിക്കുകയായിരുന്നു? കുറച്ച് ദിവസം ഗ്യാപ്പ് എടുത്തിരിക്കുകയായിരുന്നു. 2-3 ദിവസം എല്ലാവരും. കാരണം അത്രയധികം ഇതിന്റെ പിന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാവരും ഓടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് 2-3 ദിവസം എല്ലാവരോടും ഒരു അവധി അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണ്? ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. നാളെ മുതൽ നമ്മൾ ടെലിഗ്രാം ചാനലിൽ, നമ്മളുടെ PSC ചാനലിൽ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ, വന്ന കാര്യങ്ങൾ എന്നിങ്ങനെ നമ്മൾ മൊഡ്യൂൾ വൈസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. അതായത് പേപ്പർ 2 നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ ധാരാളമായി വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഇപ്പൊ മോഡ്യൂൾ 1 മോഡ്യൂൾ 2 ഒക്കെ കുറച്ചെന്താണ് ആളുകൾ വിചാരിച്ചിരുന്നു എങ്ങനെയാവും എന്നുള്ള ടെൻഷനൊക്കെ ആർക്കുണ്ടായിരുന്നു. പക്ഷെ മോഡ്യൂൾ 1 മോഡ്യൂൾ 2 20 എണ്ണത്തിൽ 18 എണ്ണം വരെ എന്താണ് ഡയറക്റ്റ് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ചിലത് മാത്രമേ 2 എണ്ണം എന്ത് ചെയ്യാം, ഒന്ന് ആലോചിച്ച് എഴുതാമെന്നുള്ള രീതിയിലൊക്കെ ചില ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പോകെ പറയാം. അതായത് സ്റ്റേറ്റ്മെന്റ് തലത്തിലുള്ള വന്ന ചില കാര്യങ്ങൾക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ കാണണമായിരുന്നു ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞു തരാം. ഇനി അതിനുശേഷം ഇനി വരാൻ പോകുന്ന എക്സാമുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളോട് പറയാം. ഇതെല്ലാം നോക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും മുഴച്ചു നിൽക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. സ്റ്റിൽ ഇപ്പോൾ കുട്ടികൾ വന്ന് തിരിച്ച് നമ്മളോട് പറയുന്ന കാര്യം അനുസരിച്ച്
റിവിഷൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നുവെന്ന് നിങ്ങളിൽ ഒരുപാട് പേർക്ക് മനസ്സിലായതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം റിവിഷൻസ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങൾ സ്റ്റഡി പ്ലാനിലേക്ക് വരിക, അതിനുശേഷം എന്ത് ചെയ്യുക, ടെസ്റ്റ് എടുക്കുക, അല്ലെ? ടെസ്റ്റ് എടുക്കുക, ടെസ്റ്റ് എടുത്ത് മാർക്ക് നോക്കുക, ഞങ്ങൾ തരുന്ന ആൻസർ കീ നോക്കുക, പിന്നെ എന്തുകൂടി നോക്കുക, സൊല്യൂഷൻസും എക്സ്പ്ലനേഷൻസും നോക്കുക. അവസാന ദിവസങ്ങളിൽ നമ്മളുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ റിവിഷൻ വീഡിയോസ് കണ്ടിട്ടൊക്കെ വന്നിട്ട് കോഴ്സ് എടുത്ത ചില കുട്ടികളൊക്കെ ഉണ്ട്. അതായത് സാർ ഞാൻ 10 ദിവസം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ടെസ്റ്റുകൾ മാത്രമേ എടുത്തിരുന്നുള്ളൂ, അല്ലെങ്കിൽ 4 ആഴ്ച മാത്രമേ എടുത്തുള്ളൂ. ഈ ക്ലാസ്സിന്റെ അവസാനത്തേക്ക് ഞാൻ ഒരാളെ കാണിച്ചു തരാം കേട്ടോ, ഒരാളുടെ മെസ്സേജ് കാണിച്ചു തരാം. ആ ആളിന് ഞങ്ങളോട് സംസാരിച്ച കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വളരെ കുറച്ച് ദിവസങ്ങൾ അവസാനത്തോടു കൂടി ഞങ്ങളെ മനസ്സിലാക്കി വന്നിട്ട് വളരെയധികം എന്താ പറയുക എഫക്ട് എക്സാമിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾക്ക് വന്നിരുന്നു. ഭയങ്കര സന്തോഷമാണ്. പേഴ്സണലി പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഒരു ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഭയങ്കര ഒരു എന്താ പറയുക ചെറിഷിംഗ് ആയിട്ടുള്ള എക്സാം കൂടിയായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റിവിഷൻസ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള എക്സാമുകൾ എന്ത് ചെയ്യുക, നമ്മൾ ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ പോവുകയാണ്. നമ്മൾ ഒരു മെസ്സേജ് ഞങ്ങൾക്ക് മുന്നിലോട്ട് കാണിച്ചു തരാം. അതായത് ഫൈനൽ റിവിഷൻസ് നമ്മൾ നടത്തിയിരുന്നില്ലേ, യൂട്യൂബ് ലൈവ് നടത്തിയിരുന്നില്ലേ സാർ, അത് കുറച്ചുകൂടി മുൻപ് തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാണിച്ചു തരാം, മെസ്സേജും കാണിച്ചു തരാം. അതായത് അത് ഭയങ്കര യൂസ്ഫുൾ ആയി. ആ റിവിഷനിൽ ഇരുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റി, അത് എക്സാം ഹാളിൽ ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിരുന്നു. സോ നമ്മൾ ഇനി സ്റ്റഡി പ്ലാൻ പോയിട്ട് സ്റ്റഡി പ്ലാൻ ഇനി അടുത്ത എക്സാമിന്റെ സ്റ്റഡി പ്ലാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അടുത്ത കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ സ്റ്റഡി പ്ലാൻ ഒരു പകുതിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇനി നമ്മൾ ലൈവ് റിവിഷൻസ് ആസ് പെർ നമ്മുടെ സിലബസ് നിങ്ങൾ ഫോളോ ചെയ്ത ആളുകൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഇത് തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ റിവിഷൻസ് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി സ്ട്രോങ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിനി ആരംഭിക്കുന്നതായിരിക്കും എന്ന് എന്ത് ചെയ്യുക, നിങ്ങളും മനസ്സിലാക്കുക. സോ ഈ കാര്യങ്ങൾ മനസ്സിലൊന്ന് ഓർത്ത് വെക്കുക. പേപ്പർ 1 ഫാക്ച്വൽ ആയിരുന്നു, നെഗറ്റീവ്സ് കുറച്ച ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുമായിരിക്കും. പേപ്പർ 2 മോഡറേറ്റ് ടു ഈസി ആണ് വന്നിട്ടുള്ളത്. നമ്മൾ പഠിപ്പിച്ച കുട്ടികളുടെ ഫീഡ്ബാക്ക് ആണ് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ജനറൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പിന്നെ ചിലർ ചോദിക്കുകയാണ്, നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റും നമുക്കറിയില്ല. നമ്മളുടെ കുട്ടികളിൽ കുറേ പേർക്ക് മോഡറേറ്റ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു, കുറേ പേർക്ക് ഈസി ആയിട്ട് കുറച്ചധികം എബവ് 70 സ്കോർ ചെയ്യാൻ പറ്റിയ കുറച്ചധികം കുട്ടികൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം റിസൾട്ട്. കട്ട് ഓഫ് എന്നീ തലങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല, കാരണം നമ്മൾ കട്ട് ഓഫ് പ്രഡിക്ഷൻ നമ്മളൊരു രീതിയല്ല. നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് നോക്കാം. കാരണം കട്ട് ഓഫ് പല രീതിയിലേക്ക് വരാം. ചിലർ 110, 120 എന്നൊക്കെ പറയുന്നുണ്ട്, ചിലർ 90, 100 എന്നൊക്കെ പറയുന്നുണ്ട്. അതിരിക്കട്ടെ, നമ്മൾ കട്ട് ഓഫ് പ്രഡിക്ഷനിലേക്ക് നമ്മൾ ഒരിക്കലും പോകുന്നില്ല. സേഫ് സൈഡ് ആയിട്ടുള്ള മാർക്കുള്ള കുറച്ചധികം കുട്ടികൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് തോന്നിയത് സേഫ് സൈഡ് ആണെന്ന് തോന്നിയ കുറേ കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരോടുകൂടി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, എന്താണ് നിങ്ങൾക്ക് ഇത്ര റാങ്ക് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് ഇതാണ്, കട്ട് ഓഫ് ഞങ്ങൾ ഒന്നും പറയുന്നില്ല, എന്ത് ചെയ്യുക, നമുക്ക് റാങ്ക് ലിസ്റ്റ് വരട്ടെ, നമുക്ക് നോക്കാമെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്റർവ്യൂ കൂടിയുണ്ട്, അതുകൂടി കഴിയട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചില കാര്യങ്ങൾ നോക്കാം. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തുകൊണ്ട് വായിക്കണം, ആ എബിലിറ്റി എന്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ഉദാഹരണം ഓൾറെഡി ഞങ്ങൾ വീണ്ടും കാണിച്ചിട്ടുണ്ട്. ആ ഫ്രഞ്ച്, പോർച്ചുഗീസ് ഫസ്റ്റ് ഇവിടെ വന്ന യൂറോപ്യൻ പവർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലൊക്കെ നിങ്ങളത് ഒന്നുകൂടി കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ചില ക്വസ്റ്റ്യൻസ് നോക്കൂ. നമ്മൾ അഗെയിൻ പറഞ്ഞ പോലെ ഈ ക്ലാസ് മുഴുവൻ ഞങ്ങൾ പഠിപ്പിച്ചു ഇതുണ്ട് എന്ന് പറയാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങൾ, അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട് പേപ്പർ 2. പേപ്പർ 2 മാത്രമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. പേപ്പർ 2 ചില ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, കാണിച്ചു തരാം. സ്റ്റേറ്റ്മെന്റ് തലത്തിൽ വന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ശരിയാക്കാൻ പറ്റുമായിരുന്നു എന്ന് എന്ത് ചെയ്യാം, നമ്മൾ കാണിച്ചു തരാം. ഇനി വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. അതായത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും പഠിപ്പിക്കും. ആ പഠിപ്പിച്ച കാര്യങ്ങൾ ചിലതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അടുത്ത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ടെസ്റ്റുകൾ എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ റിവിഷൻ നടത്തണം. അത് മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഡേറ്റയെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഏബിൾ ആക്കുന്നത്. എന്തായിരിക്കും? തുടർച്ചയായ റിവിഷനുകളായിരിക്കും. അത് ഓർക്കുക. അത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് മാത്രം പറയുന്നത്, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻറ്റോ ആയിക്കോട്ടെ, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യണം, ഡയറക്റ്റ്ലി ഇത്ര വന്നു, മറ്റേ ഒരു 3 ആപ്ലിക്കേഷൻ ലെവലായിരുന്നു, അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് ചെയ്യാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ ആലോചിക്കൂ, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. നിങ്ങളത് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യാൻ. പ്രോപ്പർ റിവിഷൻസ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിൽ ഫോളോ ചെയ്യണം. ലൈവ് റിവിഷനിൽ അതിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെയാണ് നിങ്ങൾ എന്തിലേക്ക് കൊണ്ടുപോവുക, നെക്സ്റ്റ് ലെവൽ ഓഫ് ആപ്ലിക്കേഷൻ തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുക. മനസ്സിലാവുന്നുണ്ടോ? ഉദാഹരണത്തിന് സെൻഡായി ഫ്രെയിംവർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അത് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ട് ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയിട്ട് സെൻഡായി റിഫോംസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതാണ് ചോദ്യം ഞാൻ കുറച്ച് അപ്പുറത്തായി പോയി. നോക്കൂ, സെൻഡായി ഫ്രെയിംവർക്ക് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഇപ്രാവശ്യം വന്നൊരു ചോദ്യമാണ് കേട്ടോ. ഇറ്റ് എംഫസൈസസ് which of the following as its primary shift
ഇൻ അപ്രോച്ച് കമ്പയർഡ് ടു ഹ്യോഗോ ഫ്രെയിംവർക്ക്. ഇത് ഇതുപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇതുപോലെ ഈ ഹ്യോഗോ ഫ്രെയിംവർക്ക് വരേക്കും ഒരു ദുരന്തം നടന്ന് അതിനുശേഷം എന്ത് ചെയ്യുക, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി റിലീഫ് വർക്ക് നടത്താമെന്നായിരുന്നു എന്നും സെൻഡായി ഫ്രെയിംവർക്ക് അതിന് കാതലായ ഒരു മാറ്റം വരുത്തി എന്നും എന്താണ് നമ്മൾ അതുപോലെ പറഞ്ഞ എക്സ്പ്ലനേഷനിൽ കുറച്ചും കൂടി 2-3-4 തവണ ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ഓർത്തിട്ടുണ്ടെങ്കിൽ ഇത് സുഖമായി എഴുതാം. ഇനി ഇതൊന്നും ഓർത്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇതൊന്നും ഓർത്തിട്ടില്ല. ഞാൻ ആ പറഞ്ഞ എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാൻ പറ്റിയില്ല. കുറേ ക്ലാസ് കേൾക്കുന്നതാണല്ലോ നിങ്ങൾ. ഡിസാസ്റ്റർ റിലീഫിന്റെ നമ്മൾ മൊത്തം ക്ലാസ് ഒരു 10-12 ക്ലാസ്സേ തന്നിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് അത് ഓർമ്മയില്ലെങ്കിൽ പോലും ലാസ്റ്റ് നിങ്ങൾ ആ PDF ഇരുന്ന് വായിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട് നോക്കൂ. സെൻഡായി ഫ്രെയിംവർക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? പ്രിവെന്റിങ് ദ ന്യൂ റിസ്ക്, പുതിയ റിസ്കുകൾ പ്രിവെന്റ് ചെയ്യുക. റെസിലിയൻസ്, റെസിലിയൻസ് എന്ത് ചെയ്യുക, സ്ട്രെങ്തനിങ് ദ റെസിലിയൻസ് വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, PDF തന്നെ കിടപ്പുണ്ട്. തൊട്ടടുത്ത് 4 പ്രയോറിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റിഡക്ഷൻ ഓഫ് റെസിലിയൻസ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡിസാസ്റ്റർ റിസ്കിന്റെ എന്താ പറയുന്നത്, ഡിസാസ്റ്റർ റിസ്ക് എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുക എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെൻഡായി ഫ്രെയിംവർക്ക് ഉദ്ദേശിച്ചത് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനും റെസിലിയൻസ് വർദ്ധിപ്പിക്കലുമാണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തമായി നമ്മുടെ PDF തന്നെ കിടക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഓപ്ഷനിലേക്ക് പോവേണ്ട, വേറെ ഒന്നിലേക്കും പോവേണ്ട. പ്രൈമറി ആവശ്യം എന്ത് ചോദിച്ചാൽ എന്ത് തന്നെയാണ്, എംഫസിസ് ഓൺ പ്രോആക്റ്റീവ് റിസ്ക് റിഡക്ഷൻ ആൻഡ് റെസിലിയൻസ് ബിൽഡിംഗ് എന്നുള്ളത് എന്താണ്, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതാ ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതൊന്ന് ഓർത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നത് മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഇവിടെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് ആക്ച്വലി ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഞാൻ ഈ ചോദ്യങ്ങൾ എടുത്തു തരാൻ കാരണം നമ്മളുടെ കുട്ടികൾ നമ്മളോട് സാർ ഈ ക്വസ്റ്റനിൽ ഒരു കൺഫ്യൂഷൻ വന്നു എന്നൊക്കെ ചില സ്ഥലങ്ങൾ, അതായത് പല സമയങ്ങളിലും ഇങ്ങനത്തെ ഡയറക്റ്റ് ചില സ്ഥലങ്ങളിൽ കൺഫ്യൂഷൻ വരികയും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്താണ് ആലോചിച്ച് അപ്ലൈ ചെയ്ത് എഴുതിയ കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിലപ്പോൾ ടെൻഷൻ കാരണമായിരിക്കാം, നമുക്ക് അറിയില്ല. എന്നിരുന്നാലും എന്താണ് ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളും എന്ത് തന്നെയുണ്ട്, ഡയറക്ട്ലി തന്നെ ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇന്റർനാഷണൽ എന്താ പറയുക ഡിസാസ്റ്റർ റെസ്പോൺസ് ലോയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ. വാട്ട് ഈസ് ദ കീ ചാലഞ്ച്? നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഇതിൽ പലതും നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ കീ ചാലഞ്ചാണ് ചോദിക്കുന്നത്. കീ ചാലഞ്ച് ഫേസ്ഡ് ബൈ ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് ഓർഗനൈസേഷൻസ് വെൻ എൻറ്ററിങ് എ ഡിസാസ്റ്റർ അഫക്റ്റഡ് കൺട്രി. ഒരു ഡിസാസ്റ്റർ അഫക്റ്റഡ് കൺട്രിയിലേക്ക് കടക്കുന്ന സമയത്ത് കീ ചാലഞ്ച് എന്താണ് ആസ് പെർ IDRL ആണ് ചോദിക്കുന്നത്. പറഞ്ഞിട്ടില്ലേ, നോക്കൂ, വൈ ദീസ് ഗൈഡ്, എന്തുകൊണ്ടാണ് ഈ IDRL ഗൈഡ് ലൈൻസ് ആവശ്യമായി വന്നത് എന്ന് ചോദിച്ചിട്ട് അതിന്റെ ഫസ്റ്റ് കാര്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്, restrictions and delays in customs clearance for relief goods and equipment എന്ന് എന്ത് ചെയ്തിട്ട് പറഞ്ഞു. കറക്റ്റ് ആയിട്ട് എന്താണ് കസ്റ്റംസ് ക്ലിയറൻസിന്റെ ഇഷ്യൂസ് ഇവിടെ വളരെ വ്യക്തമായിട്ട് ആദ്യമേ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആൻസർ ഏതാണ് വരിക, വളരെ കൃത്യമായിട്ട് നോക്കൂ. C ആണ് ഓപ്ഷൻ. നമ്മുടെ പ്രൊവിഷണൽ കീയിൽ C പറഞ്ഞിട്ടുണ്ട്. ലാക്ക് ഓഫ് ക്ലിയർ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ കസ്റ്റംസ് ക്ലിയറൻസ്, വിസാസ്, റെക്കഗ്നിഷൻ ഓഫ് എയ്ഡ് പ്രൊവൈഡേഴ്സ് അല്ലെ, വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ലേ. ഈ കസ്റ്റംസ് ക്ലിയറൻസ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, പലപ്പോഴും പുറത്തു നിന്നുള്ള ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് ഓർഗനൈസേഷൻസിന് ഒരു പുതിയ ഡിസാസ്റ്റർ അഫക്റ്റഡ് ആയിട്ടുള്ള കൺട്രിയിൽ എൻ്റർ ചെയ്യുമ്പോൾ ഉള്ള പ്രധാന ആദ്യ ഡിഫിക്കൽട്ടി, കീ ചാലഞ്ച് എന്ത് തന്നെയാണ്, ഈ കസ്റ്റംസ് ക്ലിയറൻസ് ആണ് നമ്മൾ ക്ലാസ്സിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് എടുത്തിട്ട് ഒരു വാക്ക് എന്ത് ചെയ്യുക, ഒന്നും ഇങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അത് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എഴുതിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തൊരു ഭാഗം നോക്കൂ. നമ്മളുടെ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിക്കരുത്. പലപ്പോഴും പിന്നെയും ഇപ്രാവശ്യം ചില കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതേ ഒരു പേടിച്ചിട്ടുണ്ട്. പിന്നീട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സാർ അത് കണ്ടിട്ട് പേടിക്കരുത് എന്ന് പറഞ്ഞത് മറന്നുപോയി. എന്ത് ചെയ്തു, കണ്ടുടനെ ആദ്യം പേടിച്ചു കഴിഞ്ഞിട്ടാണ് ഓർക്കേണ്ടത് പേടിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. വലിയൊരു ചോദ്യം കണ്ടാൽ ഓർക്കുക, അത് നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾക്കുള്ള ഫ്രീ ഹിറ്റ് ആയിരിക്കും പലപ്പോഴും. മനസ്സിലാവുന്നുണ്ടോ? ഇത് നോക്കിക്കേ, ഇത് എളുപ്പമാണ് അല്ലേ, ഈ ചോദ്യം എളുപ്പം. ചിലർക്കത് എന്തിനാ പേടിച്ചെന്ന് ചിലർ വിചാരിക്കണ്ടാവും അല്ലേ, ഇത് എളുപ്പമാണല്ലോ എന്ന് ചിലർ വിചാരിച്ചിട്ടുണ്ടാവും. ഇത് അതുപോലെ പഠിപ്പിച്ചിട്ടില്ല ഈ കാര്യം. ഒന്ന് നോക്കിക്കേ, യൂണിയൻ ആൻഡ് എന്താ പറയുക, യൂണിയൻ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസിലോ അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റേറ്റ് സർവീസിലൊക്കെയുള്ള ആൾക്കാർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കുന്ന കാര്യമാണ് പറയുന്നത് അല്ലെ. ആക്ഷൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ചോദ്യം അല്ലെ. എങ്ങനെ പറ്റും ഈ ചോദ്യം ഓർമ്മയിൽ ഞാൻ വായിച്ചുതരാം. നോ പേഴ്സൺ ഹു ഈസ് എ മെമ്പർ ഓഫ് സിവിൽ സർവീസ് ഓഫ് എ യൂണിയൻ or an all India service or a civil service of a state or holds a civil post under the union or state shall be dismissed. ഒരാൾ എന്ത് ചെയ്യുകയാണ്, സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം, റിമൂവ് ചെയ്യുകയാണ് ബൈ an authority subordinate to that by which he was. അതായത് ഒരാൾ അപ്പോയിന്റ് ചെയ്ത ആ ഒരു അതോറിറ്റിക്കും താഴെയുള്ള അതോറിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ക്ലോസ്, ദിസ് ക്ലോസ് ഷാൽ നോട്ട് അപ്ലൈ എന്നാണ് പറയുന്നത്.
എന്നിട്ട് 3 കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് തന്നിട്ടുണ്ട്. ഒന്ന്, അയാൾ ക്രിമിനൽ ചാർജിൽ, ബേസിക്കലി ഇതെന്താണ്, ഒരാൾക്ക് അയാളുടെ ഡിസ്മിസൽ, റിമൂവൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അയാളെ വേണ്ട രീതിയിൽ പരിഗണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അയാളുടെ വശം കേൾക്കേണ്ട എന്ന് വെച്ചിട്ട് എന്താണ് ഒരു ഭാഗം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ. അതെ അല്ലെ, ആ ഭാഗത്ത് നോക്കൂ, ക്രിമിനൽ ചാർജ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് റീസണബിളി പ്രാക്ടിക്കൽ അല്ല അങ്ങനെ അയാളുടെ എക്സ്പ്ലനേഷൻ വാങ്ങല് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്, പ്രസിഡന്റിനോ ഗവർണർക്ക് തോന്നുകയാണ് എന്താണ്, ഇൻട്രസ്റ്റ് ഓഫ് ദ സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ് പ്രകാരം അത് വേണ്ട എന്ന് തോന്നുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? 3 കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ച ഭാഗത്തുണ്ട്. ക്രിമിനൽ ചാർജ്, നോട്ട് റീസണബിളി പ്രാക്ടിക്കബിൾ, ഇൻട്രസ്റ്റ് ഓഫ് സെക്യൂരിറ്റി ഓഫ് സ്റ്റേറ്റ്. ഇത് തന്നെയല്ലേ ഇവിടെ തന്നിട്ടുള്ളത്? ഇതങ്ങ് എടുത്ത് എന്ത് ചെയ്താൽ മതി, ഇതങ്ങ് ആലോചിച്ചാൽ പോരെ. അപ്പൊ ഓൾ ദ എബോവ് ആണ് ഇത് വരുന്നത്, ആൻസർ വരുന്നത്. അപ്പൊ ഈ രീതിയിൽ വലിയ ചോദ്യങ്ങൾ എന്ന് പറയുന്ന, അപ്ലൈ ചെയ്യണമെന്ന് തോന്നുന്ന ചിലതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട്. പിന്നെ ഇത് ഓൾറെഡി ഞാൻ ചില ആൾക്കാർ പറഞ്ഞു സാർ അത് ഓർമ്മ വന്നില്ല. എന്തുകൊണ്ട് ഓർമ്മ വരാതിരുന്നത്? റിവിഷൻ നടത്തിയിട്ടില്ല, ആവശ്യത്തിന് റിവിഷൻ നടത്തിയില്ല. റിവിഷൻ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, വളരെ ഈസി ആയിട്ട് അല്ലെ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൽ നമ്മൾ ആദ്യം തന്നെ പഠിപ്പിച്ച ഭാഗങ്ങളായിരുന്നു ഏത്, പാർലമെന്റിന് ഏതെല്ലാം സ്ഥലങ്ങളിൽ സ്റ്റേറ്റിന്റെ ഫീൽഡിൽ കയറിയിട്ട് ലെജിസ്ലേഷൻ നടത്താം. 5 സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആ 5-ൽ രണ്ടാമത്തെ ഭാഗം ഏതായിരുന്നു, നാഷണൽ എമർജൻസി ഉള്ള സമയത്ത് ആർട്ടിക്കിൾ 250 പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, ലെജിസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് തന്നെയല്ലേ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 250 ആദ്യത്തെ ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട് അല്ലെ. ഒരു എമർജൻസി നടക്കുന്ന സമയത്ത് പാർലമെന്റിന് സ്റ്റേറ്റിന്റെ ലിസ്റ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, ലെജിസ്ലേറ്റ് ചെയ്യാം. എവിടെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്, ആർട്ടിക്കിൾ 250 പ്രകാരമാണ് ചെയ്യാൻ പറയുന്നത് അല്ലെ. ബാക്കി ആർട്ടിക്കിളുകളെല്ലാം അവിടെ കിടക്കുന്നില്ല. 249, 50, 52, 53 ഒക്കെ പറഞ്ഞിട്ട് പിന്നെ പ്രസിഡൻസ് റൂളിന്റെ സമയത്തും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യക്തമായി പറഞ്ഞിട്ടുള്ളതല്ലേ. അത് ചില ആളുകൾ തെറ്റിച്ചിട്ടുണ്ട്. ഞാൻ അഗെയിൻ പറയാണ്, ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ റിവിഷൻ നടത്താണ്ട് തെറ്റിക്കലുകൾ നമ്മളുടെ കുട്ടികൾ തന്ന ഫീഡ്ബാക്ക് വെച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിടുന്നതാണ്. അത്രയേ ഉള്ളൂ. കാരണം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്, 1 മാർക്ക് എക്സ്ട്രാ, അടുത്ത മാർക്ക് എക്സ്ട്രാ, അടുത്ത മാർക്ക് എക്സ്ട്രാ, അടുത്ത മാർക്ക് എക്സ്ട്രാ ആണ് നിങ്ങൾക്കുള്ളത്. ഇത് മുഴുവൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ടെൻഷൻ അടിച്ച് തെറ്റിച്ചിരിക്കുകയാണ്, റിവിഷൻ നടത്താണ്ട് തെറ്റിച്ചിരിക്കുകയാണ്. ഇതൊന്നും പഠിപ്പിക്കാത്തതിന്റെ പ്രശ്നമല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് പറയുന്നത് കുറ്റപ്പെടുത്താനായിട്ടല്ല. എന്ത് ചെയ്യുക, അടുത്ത എക്സാമിൽ ഇനിയൊരു സ്പെഷ്യൽ ടോപ്പിക് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മുമ്പ് തന്നെ സ്റ്റഡി പ്ലാനിന്റെ ഒപ്പം കൂടുക, മുമ്പ് തന്നെ എന്ത് ചെയ്യുക, ടെസ്റ്റുകൾ എഴുതുക, റിവിഷൻ നടത്തുക. നേരത്തെ പറഞ്ഞ നോട്ട് മേക്കിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ തന്നെ എങ്ങനെ നോട്ട് ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ തന്നിട്ടുണ്ട്. നോട്ടുകൾ എഴുതി വെക്കുക, അവസാന ദിവസങ്ങളിൽ ആ നോട്ട് വായിച്ചു പോയാൽ മതി, അതിൽ നിന്ന് തന്നെ കിട്ടും ഇതിലെന്താണ്, പകുതിയിൽ കൂടുതൽ മാർക്ക്. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കുക. പിന്നെ 317 ചോദിച്ചിരുന്നു അല്ലെ, 317 റിമൂവൽ ആണ് എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. അതിൽ പ്രത്യേകിച്ച് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും പഠിപ്പിച്ചിട്ടുണ്ടാവും, ഞങ്ങൾ മാത്രമൊന്നുമല്ല, എല്ലാവരും ഇത് പഠിപ്പിച്ചിട്ടുണ്ടാവും. ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് എന്താണ് വന്നിട്ടുണ്ടായിരുന്നു, അത് ടെൻഷൻ അടിച്ച് തെറ്റിച്ചിട്ടുണ്ട്. കൺഫ്യൂഷനായി, അയ്യോ 315 ആണോ 17 ആണോ 19 ആണോ, കൺഫ്യൂഷനായി. മനസ്സിലാവുന്നുണ്ടോ? ടെൻഷൻ വേണ്ട. സെൻഡയർ ഫ്രെയിംവർക്ക് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഇനി മറ്റൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ, പല സ്റ്റേറ്റ്മെന്റ്, ഇതിൽ ഏതാണെന്നൊരു സംശയം വന്നു, തെറ്റിച്ചു. ഏതായിരുന്നു, നമ്മളുടെ സ്പേസ് ഡെക്സിനെ കുറിച്ച് അല്ലെ, എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്കിങ്ങിനെ കുറിച്ച് അല്ലെ. അതൊന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സിൽ അത് വളരെ വ്യക്തമായിട്ട്, ഈ ഒന്ന് മാത്രമല്ല, സെക്കൻഡ് സ്ലൈഡിൽ നമ്മുടെ ചേസറിനെ കുറിച്ചും അതുപോലെ തന്നെ ടാർഗറ്റിനെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മൾ എന്ത് തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് ഇത് വന്നതാണ്, ഈ ഒരു നമ്മുടെ സ്പേസ് ഡെക്സ് മിഷൻ കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം, അതിന്റെ തൊട്ടടുത്ത ദിവസം, ഏതോ ഒരു ദിവസം എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് സ്പേസ് ഡെക്സിനെ കുറിച്ച്, അത് വിട്ട ഡേറ്റിനെ കുറിച്ച്, ചന്ദ്രയാൻ 4-ൽ അത് യൂസ് ചെയ്യും എന്ന കാര്യം. ഇതാണ് ഏത് പറയുന്നത്, ചന്ദ്രയാൻ 4-ൽ യൂസ് ചെയ്യും എന്നതാണ് ഏത്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ചന്ദ്രയാൻ ഇതിൽ യൂസ് ചെയ്യുമെന്ന് നമ്മൾ ആ ഷോർട്സിൽ, യൂട്യൂബ് ഷോർട്ടാണിത്, കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നിട്ടുള്ള യൂട്യൂബ് ഷോർട്ടാണ്, ഞാൻ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഷോർട്ടാണ്. ചേസറിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇത് കഴിഞ്ഞു തുടങ്ങി, സ്ഥലമില്ലാത്തതിനെ ഉൾപ്പെടുത്താതിരുന്നതാണ്. ചേസറിനെ കുറിച്ചും ടാർഗറ്റിനെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. അതിൽ ഓരോന്നിന്റെയും പേര് SDX-01 ആണ് എന്നതാണ് പറയുന്നുണ്ട്, ചേസറിന്റെ പേര്, ടാർഗറ്റിന്റെ പേര് പറയുന്നുണ്ട്. ഈ തന്നിട്ടുള്ള ഓരോ ഭാഗങ്ങളും എന്താണ് നോക്കൂ, എന്താണ്, ഡെമോൺസ്ട്രേറ്റ് ഇന്ത്യാസ് എബിലിറ്റി ഫോർ ഡോക്കിംഗ് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്ത് പറഞ്ഞിട്ട്, ഫോർ ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് എന്താണ്, വാലിഡ് ടെക്നോളജീസ് എന്നാണ് ഇവിടെ പറയുന്നുണ്ട്. ചേസറും ടാർഗറ്റും 2 സ്ഥലങ്ങളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ചന്ദ്രയാൻ 4-ൽ ഉപയോഗിക്കുമെന്ന് നമ്മളുടെ ഷോർട്സിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ഈ 3 എണ്ണവും എന്താണ്, നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ മറ്റേത് ഓർക്കുക, കറണ്ട് അഫയേഴ്സ് ഇവിടെ സിലബസിൽ തന്നിട്ടില്ല. പക്ഷെ എന്താണ്, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഫിസിക്സോ കെമിസ്ട്രിയോ സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള തലത്തിലോ, അല്ലെങ്കിൽ എന്താണ്, ജനറൽ ആയിട്ട് ഒന്നുമില്ലെങ്കിലും വെറുതെ അവരെന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സ് നിന്ന് ചോദിക്കാമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേട്ട ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചോദ്യവും ശരിയാക്കിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞങ്ങൾ കുറച്ച് കുട്ടികൾ വന്ന അഭിപ്രായങ്ങളും ചില കാര്യങ്ങളും പറയുകയാണ്. ചിലത് ഞങ്ങളുടെ സന്തോഷം കാരണം തള്ളാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്,
അത് പുറമെ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ചില ഫീഡ്ബാക്കുകൾ ഞങ്ങൾ ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നു. അടുത്ത ഡിഗ്രി കോഴ്സ്, അടുത്ത LGSന്റെ നമ്മൾ ഉടനെ തന്നെ ഡിഗ്രിക്കാർക്ക് കൂടി എഴുതാൻ പറ്റുന്ന കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക LGS കോഴ്സ് വരുന്നുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്ന ചില കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ വീഡിയോ വരുന്നുണ്ട്. അതിന് മുമ്പ് എന്താണ് ചില കാര്യങ്ങൾ കൂടി പറയട്ടെ. എക്സാം കഴിഞ്ഞു. പേപ്പർ 1 മോഡറേറ്റ്, പേപ്പർ 2 ക്വൈറ്റ് സിമ്പിൾ. നോക്കൂ, പേപ്പർ 2 ക്വൈറ്റ് സിമ്പിൾ എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ചില സ്ഥലങ്ങളിൽ കണ്ടു കുറച്ചൊക്കെ ഡിഫിക്കൽട്ട് ആവാമെന്ന്, പക്ഷെ ക്വൈറ്റ് സിമ്പിൾ ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു എന്നതിൽ തർക്കമില്ല. മനസ്സിലാവുന്നുണ്ടോ? കുറെ ആളുകൾക്കെങ്കിലും അയ്യോ അങ്ങനെയാണോ എങ്ങനെയാണെന്ന് പറയും, പക്ഷെ ആക്ച്വലി എന്തായിരുന്നു, ക്വയറ്റ് സിമ്പിൾ ആയിരുന്നു എന്ന് തന്നെ എന്ത് ചെയ്യണം, പറയണം. ഡോണ്ട് നോ അബൌട്ട് ദ റിസൾട്ട്സ് ബട്ട് ലെക്ചേഴ്സ് വർ വെരി ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് വന്നിരുന്നു. ഇനി വേറൊരു കാര്യം നോക്കൂ, ഞാൻ അഗൈൻ കട്ട് ഓഫ് പറയാനല്ല പറയുന്നത്. ഒരു കുട്ടി പറഞ്ഞാണ് സെക്രട്ടേറിയറ്റ് ബാച്ച് സ്റ്റുഡന്റ് ആണ്, ടോട്ടൽ 144 ആണ്. സെക്കൻഡ് പേപ്പർ 74 ഉണ്ട്, നല്ലപോലെ ചെയ്യാൻ പറ്റി. ഫസ്റ്റ് പേപ്പർ കംപ്ലീറ്റ് പഠിച്ചിരുന്നില്ല. നോക്കൂ, ഇത് ഞാനിവിടെ ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം, അതായത് പേപ്പർ 1 ഓർ പേപ്പർ 2 എന്ന് വെച്ചിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, സ്റ്റഡി പ്ലാൻ തുടങ്ങിയ സമയത്ത്. തുടങ്ങിയ സമയത്തല്ല, ഒരു പകുതിയൊക്കെ കഴിഞ്ഞ സമയത്താണ്. കാരണം ഞാനൊരു ആശുപത്രിവാസം, എനിക്ക് ഇറക്കി വെച്ച് ഞാനൊരു ആശുപത്രിയിൽ കുറച്ച് ദിവസം ആശുപത്രി കിടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന ഉടനെ, ഞാൻ ഡിസ്ചാർജ് ആയി വന്ന ദിവസം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നൊരു വീഡിയോ ആയിരുന്നു പേപ്പർ 1 ഓർ പേപ്പർ 2 എന്ന സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്ന് കണ്ടിട്ട് തന്നത്. അതിൽ വ്യക്തമായി പറഞ്ഞതായിരുന്നു, നിങ്ങൾ പേപ്പർ 2വിന്റെ പിന്നാലെ ഓടുന്നതിനിടയിൽ പേപ്പർ 1 നോക്കാതെ പോവല്ലേ എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നിട്ടും പേപ്പർ 1 പിന്നെ നോക്കാം എന്ന് വെച്ച് മാറ്റി വെച്ച് കുറേ പേര് പേപ്പർ 1 പഠിച്ചു തീർന്നില്ല. പേപ്പർ 1ൽ നിന്നോ വളരെ ഫാക്ച്വലായി ജസ്റ്റ് ഒന്ന് ഓർത്തെടുത്താൽ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ കുറേ വന്നിരുന്നു. അതെന്ത് ചെയ്തു, കുറെ ആളുകൾ മിസ്സാക്കി. ഇപ്പൊ ഈ കുട്ടി തന്നെ എനിക്ക് തോന്നുന്നു പേപ്പർ 1 ഈ പറഞ്ഞ പോലെ ഒന്നുകൂടി ശ്രദ്ധിച്ച് എഴുതിയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടികളുടെ പേരുകൾ ഞാൻ പ്രൈവസിയുടെ ബേസിസിൽ ഞാൻ എന്താണ് ഉൾപ്പെടുത്താതിരുന്നതാണ്. അത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഉൾപ്പെടുത്താതിരുന്നതാണ്. അപ്പൊ അത് ഒന്നും കൂടി പഠിച്ചിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ 144 എന്നുള്ളത് എങ്ങോട്ട് പോകുമായിരുന്നു, ചിലപ്പോൾ ഒരു 155 ചിലപ്പോൾ എത്തുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നേരത്തെ പറഞ്ഞതാണ്, കുട്ടി കുറ്റം പറയല്ല കേട്ടോ, ആ കുട്ടി നല്ലപോലെ പേപ്പർ 2 മാർക്ക് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ എന്താണ്, പേപ്പർ 1 വിടാണ്ട് അതും കൂടി ഒപ്പം അങ്ങ് പോയിരുന്നു എന്നുണ്ടെങ്കിൽ മാർക്ക് ഒന്നും കൂടി ഹയർ റാങ്കിലേക്ക് തന്നെ ആ കുട്ടി ചിലപ്പോൾ പോകുമായിരുന്നു. എക്സാം ടൈമിൽ കുറച്ച് ടെൻഷൻ എന്താണ് കൊണ്ടും കുറച്ചധികം നെഗറ്റീവും വന്നു എന്ന് പറയുന്നുണ്ട്. എക്സ്പെക്ടേഷൻ വെക്കാമോ സാർ? ക്ലാസ്സസ് നല്ലപോലെ യൂസ്ഫുൾ ആയിരുന്നു, താങ്ക് യു. ഓക്കെ, ഞാൻ ഇവരോട് എല്ലാവരോടും ഞാൻ ഇതേ മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത്. ചിലർക്ക് പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നല്ലാണ്ട് എന്താണ് കട്ട് ഓഫ് ഒന്നും നമ്മൾ പറയുന്നില്ല, കട്ട് ഓഫ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാറില്ല. പക്ഷെ എന്ത് ചെയ്യാം, ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് ഇരിക്കാമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പേപ്പർ 1 എന്ത് ചെയ്യണമായിരുന്നു, ഒന്നുകൂടി വ്യക്തമായിട്ട് പഠിക്കണമായിരുന്നു. ഇനി അത് പോട്ടെ, സാരമില്ല. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ റിവിഷൻ ക്ലാസ് ഒത്തിരി യൂസ്ഫുൾ ആയി. നെക്സ്റ്റ് എക്സാമിന് കുറച്ച് നേരത്തെ റിവിഷൻ തുടങ്ങിയാൽ ഇറ്റ് വിൽ ബി സൂപ്പർ. ഇതാണ് അടുത്ത ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആയിട്ട് നമ്മൾ കാണുന്നത്. അതിനുള്ള മറുപടി ഇപ്പൊ തന്നെ പറയുകയാണ്. ഇനി നമ്മൾ തരാൻ പോകുന്ന കോഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് തരും, നമ്മൾ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ നേരത്തെ തന്ന പോലെ തരും. പരീക്ഷ കഴിഞ്ഞപ്പോൾ സ്റ്റഡി പ്ലാൻ എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നുള്ളതിന്റെ ഒരു എന്താ പറയുക, മെസ്സേജുകളുടെ ഒരു പെരുമഴ തന്നെ ആയിരുന്നു. ഇനിയും സ്റ്റഡി പ്ലാൻ ഉണ്ടാവില്ലേ ചോദിച്ചിട്ടുണ്ട്. ഇനിയും സ്റ്റഡി പ്ലാൻ ഉണ്ടാകും, ഒരു പേടിയും വേണ്ട. നമ്മുടെ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് സ്റ്റഡി പ്ലാൻ നമ്മൾ തരും. ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റഡി പ്ലാനിൽ തുടങ്ങുക. സ്റ്റഡി പ്ലാനിന്റെ ഒപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ വരിക. മുഴുവനായിട്ട് നിങ്ങളുടെ സിലബസ് മുഴുവൻ നിങ്ങൾ പഠിച്ചു തീരും. നിങ്ങൾക്ക് റിവിഷൻ ടെസ്റ്റുകൾ കിട്ടും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരീക്ഷ നിങ്ങൾക്ക് പച്ചവെള്ളം പോലെ എഴുതി വരാൻ പറ്റും. സീരിയസ് ആയിട്ട് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് സ്റ്റഡി പ്ലാനിന്റെ റെഗുലർ ഇന്റർവെൽ തരുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്ത് സൊല്യൂഷൻ വായിച്ച് പഠിച്ച് വരുന്ന ഒരാളാണെങ്കിൽ, അങ്ങനെ ഒരാളാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. വെറുതെ 2 ദിവസം ചെയ്തിട്ട് പോകുന്ന ഒരാൾക്ക് എന്ത് ചെയ്യില്ല, കിട്ടില്ല. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വിചാരിക്കരുത്, കിട്ടില്ല. അത്രയും കോമ്പറ്റീഷൻ, അതുകൊണ്ട് കിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി വേറെ എന്തൊക്കെയാണ്, ബ്ലാങ്ക് സ്ക്രീനിൽ. ഓക്കെ, ഈ കുട്ടി റിവിഷനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളൊരു റിവിഷൻ നടത്തിയിരുന്നല്ലോ. അപ്പൊ ഈ കുട്ടിയോടുള്ള കൂടുതൽ മറുപടിയാണ്. നമ്മൾ അടുത്ത അതിൽ സ്റ്റഡി പ്ലാൻ എന്താണ്, റിവിഷൻ വൈകിപ്പിക്കില്ല. റിവിഷൻ എന്ത് ചെയ്യും, നമ്മൾ പകുതിക്ക് വെച്ച് തന്നെ നമ്മൾ റിവിഷൻ ലൈവുകൾ തുടങ്ങുന്നതായിരിക്കും. ബ്ലാങ്ക് സ്ക്രീനിൽ എഴുതിയ ബോസ്റ്റൺ ടീ പാർട്ടി ഇൻസിഡന്റ് ഒക്കെ ക്വസ്റ്റ്യനിൽ കണ്ടപ്പോൾ ക്ലാസ് ആണ് മനസ്സിൽ വന്നത്. നമ്മുടെ ലൈവ് റിവിഷൻ അവസാനം നടത്തിയതിൽ ബോസ്റ്റൺ ടീ പാർട്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പേപ്പർ ഓൾസോ കേട്ടതും വായിച്ചതും ഒക്കെ ക്ലബ്ബ് ചെയ്യാൻ പറ്റി, വെരി ഗുഡ്. ലിസ്റ്റിൽ കയറുമോ, ജോബ് കിട്ടുമോ എന്നൊന്നും അറിയില്ല, എന്നാലും ഉള്ളതുപോലെ പറയണമല്ലോ. വളരെയധികം നന്ദി. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ പലരും ഫീഡ്ബാക്കുകൾ തരില്ല. ഇത്തരത്തിലുള്ള കുറേ ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമായിരുന്നു. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളാണ് അത് പോസിറ്റീവായിട്ട് നെഗറ്റീവ്. ഈ കുട്ടി പറഞ്ഞു റിവിഷൻ കുറച്ചുകൂടി നേരത്തെ തുടങ്ങിയാൽ നല്ലതായിരിക്കും. നമ്മളുടെ ഭാഗത്ത് നമ്മളതിനൊരു സോറി നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെ, ടെലിഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഫിനിഷ് ചെയ്യാൻ വെച്ചതിനേക്കാളും കുറച്ചുകൂടി അപ്പുറത്തെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ ടൈം ലൈൻ. അത് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം, പല കാരണങ്ങൾ കൊണ്ടായിരുന്നു. അത് നമ്മൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത തവണ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും വരാണ്ട്
നേരത്തെ തന്നെ കോഴ്സ് അവസാനിപ്പിച്ച് നേരത്തെ തന്നെ നിങ്ങൾക്ക് എന്താണ് ലൈവ് റിവിഷനുകൾ തരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ശ്രമിക്കുന്നതായിരിക്കുന്നല്ല, തന്നിരിക്കും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ തന്ന ഫീഡ്ബാക്ക് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അവസാനത്തെ എന്താ പറയുക, നമ്മളുടെ തളലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു കുട്ടിയുടെ വളരെ ലളിതമായ ക്ലാസ്സുകളായിരുന്നു എന്നുള്ളൊരു, ഇത് നമ്മൾ കുറേ അധികം കുട്ടികൾ പറഞ്ഞിരുന്നു. നമ്മൾ കുറേ ക്ലാസ്സുകൾ തന്നിട്ടില്ല. കേരള എക്കണോമിയാണ് 20-ൽ കൂടുതൽ ക്ലാസ് പോയിട്ടുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ പൊളിറ്റി നമ്മൾ മിക്സ് ചെയ്ത് രണ്ടും കൂടിയിട്ട് എന്താണ് ഒരു സ്ഥലത്താണ്, അതിലും എന്താണ് കുറച്ചധികം ക്ലാസ്സുകളുണ്ട്. പൊളിറ്റി മുഴുവൻ കോൺസ്റ്റിറ്റ്യൂഷൻ കവർ ചെയ്യണമെങ്കിൽ കുറച്ച് ക്ലാസ്സുകൾ വേണം. ബാക്കി പുതിയതായിട്ടുള്ള മോഡ്യൂളുകളെല്ലാം നമ്മൾ 10, 12, 13 ക്ലാസ്സുകളും അല്ലെങ്കിൽ ചിലതിൽ മാത്രമേ 20-ന്റെ അടുത്ത ക്ലാസ്സുകളും വെച്ചുമാണ് നമ്മൾ തന്നിട്ടുള്ളത്. അത് വളരെ ചുരുങ്ങിയ ക്ലാസ്സുകളായിട്ട് പലതും എന്താണ് നമ്മൾ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പരമാവധി എന്താണ് ലളിതമായിട്ട് തന്നെയാണ് പറഞ്ഞുതരാൻ നോക്കിയിട്ടത്. ആ ഒരു കാര്യം നമ്മൾ എന്താ റെക്കഗ്നൈസ് ചെയ്തു എന്നുള്ളത് വളരെയധികം സന്തോഷമാണ്. നിങ്ങൾ സംശയം ചോദിച്ച സമയങ്ങളിൽ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ പരമാവധി സംശയങ്ങൾ തീർത്തു തരാനും നോക്കിയിട്ടുണ്ട്. അതും ഉപകാരപ്പെട്ടു എന്ന തരത്തിൽ റിപ്ലൈകൾ വന്നതിലും സന്തോഷമുണ്ട്. ഇനി ഇതിന്റെ എല്ലാത്തിന്റെ അവസാനം ഇതാണ് ഒരു ബിരുദം. ഓക്കെ, ഞാൻ പേര് പറയുന്നില്ല, സിൻസ് ദ പ്രൈവസി ഈസ് ദർ. ഞാൻ ഒരു എക്സാം കഴിഞ്ഞ ദിവസം ഈ ആള് നമ്മളെ ടെലിഗ്രാമിൽ വിളിച്ചു. ഞാൻ ആ കോൾ അങ്ങനെ എടുക്കാറില്ല. അവസാനം ഇങ്ങനെ കുറേ മെസ്സേജ് അയച്ചു ആ കുട്ടി. അതായത് എക്സാം നന്നായി എഴുതി, റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുമെന്ന് അറിയില്ല, പക്ഷെ അക്കാഡമിക് ഫീസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു, പ്രൊവിഷണൽ കീ നോക്കി എക്സൈറ്റ്മെന്റിൽ വിളിച്ചതാണ്, സന്തോഷം പങ്കുവെക്കണമെന്ന് തോന്നി എന്ന് ഈ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് സാർ. 4 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ അക്കാഡമിക് PSCയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ കോഴ്സ് എടുത്തിട്ട്. ആ 4 ആഴ്ച എനിക്ക് 30+ സ്കോർ ആണ് നേടിത്തന്നത് എന്നാണ് ഈ കുട്ടി പറഞ്ഞത്. അതായത് ഈ കുട്ടി ഞങ്ങളുടെ ക്ലാസ് കാണുന്നത് നമ്മുടെ ലൈവ് റിവിഷൻ തുടങ്ങിയ സമയത്തോ മറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. 4 ആഴ്ച ബാക്കിയുള്ള സമയത്താണ് ഈ കുട്ടി കാണുന്നത് പരീക്ഷയ്ക്ക്. എന്നിട്ട് ആ കുട്ടി എന്ത് ചെയ്തു, ഈ കുട്ടി പിന്നെ എന്നെ വിളിച്ചു, ഞാൻ ഒന്ന് വിളിച്ചോട്ടെ ചോദിച്ചു. ഇതിന് താഴെയുള്ള മെസ്സേജ് ഞാൻ ഇടുന്നില്ല. ഈ കുട്ടിക്ക് പേപ്പർ 2-ൽ 78 മാർക്കുണ്ട്. ആ കുട്ടിയെ കുറിച്ച് തന്നെ പറയുന്നത് ഒരു ആവറേജ് സ്റ്റുഡന്റ് മാത്രമാണ്. ആ കുട്ടി വിചാരിച്ചതിനേക്കാളും എത്രയോ ഉയരത്തിലുള്ള മാർക്കാണ് ആ കുട്ടിക്ക് കിട്ടിയത്. ആ കുട്ടി ടോട്ടൽ മാർക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു മാർക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷം. ആ കുട്ടിക്ക് ഇത്തിരി സ്റ്റാമറിങ്ങൾ കുട്ടി അതേ പറഞ്ഞു. ഞാൻ പറഞ്ഞോട്ടെ സാർ, കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല പറയൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു 10-37 മിനിറ്റ് ഞാനിരുന്ന് കേട്ടു ആ കുട്ടി പറഞ്ഞത്. ആ കുട്ടി എങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കണം എന്ന് അറിയുന്നില്ല. അതായത് ഒരു ആസ് എ ടീച്ചർ ഏറ്റവും അധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് എൻ്റെ ടീച്ചിങ് ലൈഫിൽ എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ആ കുട്ടി കുടുംബത്തിലെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അതൊന്നും നിങ്ങളോട് പറയുന്നില്ല. ഭയങ്കര സന്തോഷമായിട്ട് ആ കുട്ടി വിളിച്ച് അവസാനിപ്പിച്ചത്. ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് അടുത്തൊരു ക്ലാസ്സിലേക്ക് പോകാൻ, അടുത്തൊരു കോഴ്സ് തുടങ്ങാൻ, അതായത് ഞങ്ങൾക്ക് പിന്നെയും മുന്നോട്ട് പോകാനുള്ള വലിയൊരു ഊർജ്ജമായിരുന്നു. ഇനി നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് ഡിഫിക്കൽട്ടീസ് എന്താണ് ഉണ്ടായിട്ടുള്ള സമയത്താണ് ഞങ്ങൾ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുത്തു തന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ഫാക്കൽറ്റീസിന് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു, പേഴ്സണൽ ഇഷ്യൂസ് വന്നു. ഇതെല്ലാം കടന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന നിങ്ങളോട് പറയാനുള്ളത് ഈ കാര്യങ്ങളാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബാച്ച് തുടങ്ങുന്നില്ലേ? LGS ബാച്ച് തുടങ്ങിക്കൂടെ? എന്താണ് കൂടുതൽ ബാച്ച് തുടങ്ങാത്തത്? എന്തുകൊണ്ടാണ് ജസ്റ്റ് ഇത് മാത്രം ചെയ്യുന്നത്? നിങ്ങളോട് പറയുന്ന കാര്യം എത്രയേ ഉള്ളൂ. നമ്മൾ ഈ ബാച്ചുകളെല്ലാമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. നോക്കൂ, ഞങ്ങൾ അക്കാഡമിക്സ് PSC എന്ന അക്കാഡമിക്സ് ഞങ്ങൾ RRB, NTPC അല്ലെങ്കിൽ എന്താ പറയുന്നത് SSC ഒക്കെ ഞങ്ങൾ ഓൾറെഡി പ്രൂവ്ഡ് ആണ്. ഞങ്ങൾക്ക് അവിടെ അത്രയധികം സ്റ്റുഡൻസ് ഉണ്ട്. ഞങ്ങൾ വളരെ നല്ല പോലെ പോകുന്നതാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ എന്താണ്, ഞങ്ങൾ സെപ്പറേറ്റ് ഒരു ബാച്ചായി, സെപ്പറേറ്റ് ഒരു വിങ് ആക്കി PSC കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, ഇവിടെ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് എന്താണ് ഒരു വർഷമാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, വളരെ പോസിറ്റീവായി ഞങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ ക്വാളിറ്റിയിൽ കൊടുത്ത് അതിൻ്റെ കൃത്യമായ ഫീഡ്ബാക്ക് തുടങ്ങിയിട്ട് മാത്രമേ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള കോഴ്സുകളിലേക്ക് മൊത്തത്തിൽ കുറേയധികം കോഴ്സുകളിലേക്ക് ജമ്പ് ചെയ്യുന്നുള്ളൂ ഞങ്ങളുടെ ഒരു തീരുമാനമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കുകൾ ഞങ്ങൾ പോകുന്ന വഴി ശരിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യം തരുന്ന ഒരു ഫീഡ്ബാക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ ധൈര്യമായിട്ട് പറയുകയാണ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആകട്ടെ, വരാൻ പോകുന്ന LGS എക്സാമുകളാകട്ടെ, ഞങ്ങൾ നിങ്ങൾക്ക് കോഴ്സുകൾ തരുന്നുണ്ട്. ആ കോഴ്സുകൾ തുടങ്ങിയാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ നോക്കൂ സ്റ്റഡി പ്ലാനുകൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ് അനുസരിച്ച് തരാൻ പറ്റുള്ളൂ. നമ്മൾ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ആ സ്റ്റഡി പ്ലാനുകൾ തരാറുണ്ട്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാറുമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ തരുന്ന ക്ലാസ്സുകളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ക്ലാസ്സുകൾ അനുസരിച്ചുള്ള സ്റ്റഡി പ്ലാനുകൾ അതിലുണ്ടാകും. റിവിഷൻ ടെസ്റ്റുകൾ ഞങ്ങളത് തരും. സ്പെഷ്യൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ എന്ത് ചെയ്യും, എക്സ്ട്രാ ഞങ്ങളത് തരും. അത് മുഴുവനായി നിങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം കൂടുകയാണെങ്കിൽ ഉറപ്പാണ് അടുത്ത എക്സാം കഴിഞ്ഞാൽ ഇതുപോലെ മെസ്സേജുകൾ നിങ്ങളുടെ വശത്ത് നിന്ന് ഞങ്ങൾക്ക് വരുമെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. കാരണം ദ പാത്ത് ദാറ്റ് വി ആർ ഗോയിങ് ത്രൂ എന്ന് പറയുന്നത് എന്താണ്, അത് ശരിയായ പാത്താണെന്ന് ഞങ്ങൾക്ക് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അടുത്ത കോഴ്സുകൾ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ കോഴ്സുകൾക്ക് വേണ്ടി കാത്തിരിക്കുക. അനൗൺസ്മെന്റുകളുമായി ഞങ്ങൾ വരാം. ഇനി അവസാനമായി പറയട്ടെ, ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ അധ്വാനം എന്നുള്ളതില്ലാണ്ട് ഒന്നും നടക്കില്ല. ഈ മെസ്സേജ് അയച്ച ഓരോ കുട്ടിക്കും ഞാൻ തിരിച്ചയച്ച മെസ്സേജുകളിൽ ആ കാര്യം കൂടിയുണ്ട്. അതായത് ഒരു ക്രെഡിറ്റും എന്ത് ചെയ്യേണ്ടതില്ല, നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടതില്ല. ഇത് ഓരോ കാര്യവും ഓരോ എക്സാമുകളും നോക്കൂ, ഇതേ കോഴ്സും ഇതേ കാര്യങ്ങളും
ഞങ്ങളുടെ 100 കണക്കിന് കുട്ടികൾ വന്നവർക്ക് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത്ര കുട്ടികൾക്ക് മാത്രം എന്തുകൊണ്ട് 78ഉം 74ഉം 76ഉം 80ഉം കിട്ടി? അതിന് കാരണം ഇത്രയേ ഉള്ളൂ. 80 ഉണ്ട് കേട്ടോ, 83 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുണ്ട് ഞങ്ങൾക്ക്. 83 മാർക്ക് സ്കോർ ചെയ്ത വേറെ കുട്ടികൾ ഉണ്ടാവും തീർച്ചയായിട്ടും. 83 കിട്ടിയ ഒരു കുട്ടിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആ കുട്ടി സംസാരിക്കണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് അവർക്കത് കിട്ടി? അവരെടുത്ത എഫേർട്ട്, ഞങ്ങൾ കൊടുത്ത എന്താ പറയുക മെറ്റീരിയൽ പഠിക്കൽ മാത്രമല്ല, റിവിഷൻ അവർ ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അവർ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലെ ഡേറ്റ മിസ്സാവാണ്ടിരിക്കാൻ ഒരു നോട്ട് എഴുതിയിട്ടുണ്ട്. ആ എഫേർട്ടിന്റെ എന്താണ് പരിണിത ഫലമാണത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ച എല്ലാവർക്കും ഇത്തിരി മാർക്ക് കിട്ടണ്ടേ? അങ്ങനെയല്ല, നിങ്ങളുടെ പ്രയത്നത്തിന്റെ, നിങ്ങളുടെ അധ്വാനത്തിന്റെ. നേരത്തെ ഒരു കുട്ടി ഞാൻ കുറേ അധികം ഇമോഷണൽ ആയിട്ട് വിളിച്ച് സംസാരിച്ചത്, ആ കുട്ടി അവസാന ദിവസങ്ങളിലൊക്കെ ആ കുട്ടി 4 മണിക്കൂർ മാത്രം, 3 മണിക്കൂറും 4 മണിക്കൂറും മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. ആ കുട്ടിയുടെ വെയിറ്റ് കൂടിയെന്നാണ് പറയുന്നത്, ടെൻഷൻ അടിച്ചിട്ട്. കാരണം അത്രയും ദിവസം പഠിച്ച കാര്യം അദ്ദേഹത്തിന്, ആ കുട്ടിക്ക് ക്ലിക്കാവുണ്ടായിരുന്നില്ല. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത് കണ്ടു, ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് പഠിക്കണം തോന്നി, കുട്ടി ഉറങ്ങാതിരുന്ന് പഠിക്കുകയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതൊരു ഡിറ്റർമിനേഷൻ ആണ്. അതിനാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞങ്ങൾ ഉൾപ്പെടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും എന്താണ് കുറേ സാധനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അവസാനത്തെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ നിങ്ങൾ എഴുതുന്ന ആൻസർ ആണ്, നിങ്ങളുടെ അധ്വാനമാണത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നുകൊണ്ട് പറയട്ടെ. ഇനിയും നിങ്ങൾ തന്ന ഈ ഒരു പിന്തുണ, നിങ്ങൾ തന്ന ഈ ഒരു ഫീഡ്ബാക്കിന്റെ പുറത്തുള്ള ഒരു കോൺഫിഡൻസിൽ ഞങ്ങൾ കൂടുതൽ കോഴ്സുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഇതേ പിന്തുണ, ഇതേ ആത്മാർത്ഥത അവിടെയും ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളിൽ നിന്ന് ഇതേ ആത്മാർത്ഥത നിങ്ങൾക്കും തീർച്ചയായിട്ടും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. സോ അടുത്ത കോഴ്സുകൾ നമുക്ക് വീണ്ടും കാണാം. റാങ്ക് ലിസ്റ്റ് വരട്ടെ, കട്ട് ഓഫ് പ്രൊഡിക്ഷൻസും മറ്റിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കാത്തിരിക്കാം. നമുക്ക് പുതിയൊരു കോഴ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു എവരിവൺ.